നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഓരോ ഇന്ത്യക്കാരും അഭിമാനത്തോടെ ഇന്ന് സന്തോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഈ ആവേശകരമായ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ IPC കോന്നി സെൻറ്ററിലുള്ള യുവജന വിഭാഗമായ PYPയുടെ സ്വാതന്ത്ര്യ ദിനാശംസകളോടൊപ്പം നിങ്ങളെ അല്പസമയം അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന ഒരു കാലയളവിൽ ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ പിതാക്കന്മാർ ഈ മണ്ണിൽ അടികൊള്ളുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുകയും ഒപ്പം മരണത്തിനു പോലും കീഴടങ്ങേണ്ടി വന്നത് നാം ഓർക്കുന്നു. ആ ധീരാത്മാക്കളെ നമ്മൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. അവർ ചെയ്ത ത്യാഗകരമായ ഇടപെടൽ നിമിത്തമാണ് ഇന്ന് ഭാരതം സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഓരോ വർഷവും ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവ ആശയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളൊരു ചോദ്യം: സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചോ? സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചോ? ഇല്ല. നിരവധി വിഷയങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും സംസ്കാരം കൊണ്ടും സാമ്പത്തിക മേഖലകൾ കൊണ്ടും വിദ്യാഭ്യാസ മേഖലകൾ കൊണ്ടും വികസനം കൊണ്ടും ഏറ്റവും മുൻപന്തിയിലേക്ക് നമ്മുടെ നാട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം ഒന്നെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സംഭവ വികാസങ്ങളിൽ ഒരുമിച്ച് നിന്നത് നമ്മൾ കണ്ടു. 2018 ഇവിടെ ഉണ്ടായ ജലപ്രളയത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ഒഴുകി വന്ന വെള്ളവും മറ്റ് മാലിന്യങ്ങളും എല്ലാം കയറി വന്നപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, കളർ നോക്കാതെ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ അതിജീവനം നേടുവാൻ വേണ്ടി നാം ശ്രമിച്ചത് നമ്മൾ മറക്കുന്നില്ല. തൊട്ടുപിറകെ വന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ മുമ്പിൽ ജനം പകച്ചു നിന്നപ്പോൾ അതിനെ അതിജീവിക്കുവാനും ഭാരതത്തിലുള്ള പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ഓരോരുത്തരും അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവരെന്നോ ഏത് ജാതിയിൽപ്പെട്ടവരെന്നോ നോക്കാതെ മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ടി ഒത്തുനിന്നത് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് നമ്മൾ മുമ്പോട്ട് നിന്നു. നീറുന്ന അനുഭവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് ശ്രമിക്കുകയാണ്. ഏതോ വിദേശികൾ ഈ കൊച്ചു കേരളം കാണാനായിട്ട് വന്നിട്ട് ഇവിടെയുള്ള മലമടക്കുകളും പ്രകൃതി സൗന്ദര്യങ്ങളും കായലുകളും എല്ലാം കണ്ടിട്ട് അവർ ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിലത്ത് കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ പോലും എടുത്ത് വായിക്കുന്നവരാണ് പ്രബുദ്ധരായ മലയാളികൾ. അത്രമാത്രം മലയാളികൾ ഉന്നമനത്തിലേക്ക് എത്തപ്പെട്ടു. ലോകത്തിന്റെ ഏത് വൻകരയിൽ ചെന്നാലും ഒരു മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആളുകൾ പല രാജ്യങ്ങളിലേക്ക് ചേക്കേറി വികസനങ്ങളിലും എല്ലാം പങ്കാളികളായി മുന്നോട്ട് പോകുന്നുവെങ്കിലും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സ്വാതന്ത്ര്യത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലഹരി പദാർത്ഥങ്ങളിൽ അടിമകളായി നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിന് ശാപമായിരിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. കോളേജുകളിലും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഈ കാലയളവിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇതുപോലെയുള്ള ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ മൃഗം പോലും മൂക്കത്ത് വിരൽ വെച്ച് അയ്യോ എന്ന് പറയുന്ന വിധത്തിലാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊട്ടടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഭാഗം എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. അതിങ്ങനെയാണ്: കോളേജിലേക്ക് പോയ യുവതികൾ, നിരവധി യുവതികൾ അവരുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ചെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂവിൽ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏകദേശം 20 വയസ്സിൽ മാത്രം താഴെയുള്ള നിരവധി പെൺകുട്ടികൾ അവർ കഴിച്ചിട്ടുള്ള മദ്യത്തിന്റെ പേര് ഉൾപ്പെടെ പറയുന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അത്രമാത്രം നമ്മുടെ നാട് ഈ മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും അടിമകളായി തീർന്നിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്, വീടിന്, നമ്മുടെ സമൂഹത്തിന് നിരവധി സംഭാവനകൾ ചെയ്യുവാൻ കഴിവുള്ള ഉന്നത നിലവാരത്തിലെത്തേണ്ടുന്ന നല്ല ഡോക്ടർമാരായി, നല്ല എഞ്ചിനീയർമാരായി, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഉയർന്നു വരേണ്ടുന്ന നിരവധി ചെറുപ്പക്കാർ ഇന്ന് ലഹരി പദാർത്ഥത്തിന് അടിമകളായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഓഗസ്റ്റ് 15 ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാർക്ക്, മാതാപിതാക്കൾക്ക് ചോരത്തളപ്പില്ലാഞ്ഞിട്ടല്ല, അവർക്ക് മറ്റൊന്നിനും വേണ്ടി ഓടാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ ജീവിതത്തിന് മാറ്റം നൽകിയ, അവരെ വീടിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാന
സമാധാനങ്ങൾക്കും കൊള്ളാവുന്നവരായി പ്രതീക്ഷയുള്ളവരാക്കി തീർത്തതിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. ആ സത്യം മറ്റൊന്നുമല്ല, ലോകരക്ഷകനായി പിറന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ സന്ദേശം, ആ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, ആ യേശുക്രിസ്തുവിന്റെ ആശയങ്ങൾ ഞങ്ങളെ സന്തോഷത്തിലേക്ക് നയിച്ചു, ഞങ്ങളെ സമാധാനത്തിലേക്ക് നയിച്ചു. ഇവിടെ നിൽക്കുന്ന പെന്തക്കോസ് യുവതീവാക്കന്മാർ, പെന്തക്കോസ് യുവജന സംഘടനയായ PYPയുടെ യുവതീവാക്കന്മാർ ഇവിടെ തെരുവിൽ നിന്നുകൊണ്ട് യാതൊരു നാണവും കൂടാതെ വിളിച്ചു പറയുന്നതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ലഭിച്ച, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലഭിച്ചതിനേക്കാൾ ഉപരിയായ ഒരു സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് ലഭിച്ചു. ആ സമാധാനത്തിലേക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സമാധാനം തരാൻ കഴിയുന്ന ഒരു നല്ല പ്രതീക്ഷ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അത് ലോകരക്ഷകനായ യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഏറ്റവും നല്ല വീട് വെക്കാം. ആ വീട്ടിൽ വീട് വെച്ചത് കൊണ്ട് അതിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. ഏറ്റവും വില കൂടിയ ഒരു കട്ടിൽ വാങ്ങാം, ഏറ്റവും വില കൂടിയ ഒരു മെത്ത വാങ്ങാം, ഏറ്റവും കൂടിയ ഒരു കാർ വാങ്ങി അതിൽ യാത്ര ചെയ്യാം. പക്ഷേ അതിൽ യാത്ര ചെയ്തത് കൊണ്ട് ഒരിക്കലും സമാധാനം ലഭിക്കണമെന്നില്ല. എന്നാൽ സമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ നിൽക്കുന്ന മതം മാറാതെ, പ്രസ്ഥാനം മാറാതെ, നിങ്ങളുടെ ആശയങ്ങൾക്ക് മാറ്റമുണ്ടാകാതെ നിങ്ങൾക്ക് മാറ്റം തരാൻ കഴിയുന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ, അവസാനമായി പറയട്ടെ. മനുഷ്യന്റെ മരണം ഏതു സമയത്തും നടക്കും. പക്ഷെ മരണത്തിനപ്പുറം ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. ഇവിടെ നിൽക്കുന്ന ഞാന്, ഇവിടെ പ്രസംഗിക്കുന്ന ഞാന്, എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. പക്ഷെ മരണത്തിനപ്പുറമുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒന്നുകൂടെ പറഞ്ഞാൽ അതിലേക്ക്, നിത്യതയിലേക്ക്, മരണത്തിനപ്പുറമുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്ന വാക്കിങ്ങനെയാണ്: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മേലെ മറ്റൊരു മാർഗമില്ല, അത് യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിനെ ഈ നാൽക്കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പരസ്യമായി ഉയർത്തുന്നതിൽ ലജ്ജയില്ലാത്തത് കൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുന്ന, ജീവിതത്തിന് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു സദ്വാർത്ത ഇവിടെ ഘോഷിക്കുകയാണ്. അത് സുവിശേഷത്തിന്റെ സദ്വാർത്തയാണ്. അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.